നമസ്കാരം. നമ്മളെല്ലാവരും സ്വപ്നം കാണാറുള്ളവരാണ് അല്ലേ? ചിലപ്പോൾ ഉറക്കത്തിൽ, ചിലപ്പോൾ വെറുതെ പകൽക്കിനാവ്. എന്നാൽ ഈ സ്വപ്നങ്ങളും നമ്മൾ ജീവിക്കുന്ന യാഥാർത്ഥ്യവും തമ്മിലുള്ള ആ നേർത്ത വര തെറ്റിപ്പോയാലോ? അങ്ങനെയൊരു കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. കേരളത്തിൽ തലമുറകളായി പറഞ്ഞുവരുന്ന ഒരു വലിയ ജീവിതപാഠം ഒളിപ്പിച്ചുവെച്ച ഒരു കഥ. അപ്പോ ഈ പഴയ കഥകൾ വെറും നേരം പോക്കിനാണെന്ന് വിചാരിക്കരുത് കേട്ടോ. നൂറ്റാണ്ടുകളുടെ അറിവും അനുഭവവും അലിഞ്ഞു ചേർന്ന ഒന്നാണിത്. നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണിവ. ഒരു തരത്തിൽ പറഞ്ഞാൽ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തന്ന നമ്മുടെയെല്ലാം വഴികാട്ടികളാണ് ഈ നാടോടി കഥകൾ. ശരി, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കഥയിലേക്ക് കടക്കാം അല്ലേ? കഥയിലെ പ്രധാന ആള് ഒരു പാവം മലർപ്പൊടിക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു ദിവാസ്വപ്നമാണ് ഈ കഥയുടെയെല്ലാം തുടക്കം. ഒന്നോർത്തു നോക്കിയേ, കത്തുന്ന വെയിലത്ത് ഒരു മൺകുടത്തിൽ മലർപ്പൊടിയും തലയിലേറ്റി വീടുകൾ തോറും കയറിയിറങ്ങുന്ന ഒരാള്. ആ കുടത്തിലെ മലർപ്പൊടി വിറ്റുകിട്ടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ അന്നം. വളരെ ലളിതമായ, കഷ്ടപ്പാടുള്ള ഒരു ജീവിതം. അങ്ങനെ ആ മരച്ചുവട്ടിലെ തണലിൽ അന്നത്തെ അധ്വാനത്തിന്റെ ക്ഷീണത്തിൽ അയാളുടെ കണ്ണുകളടഞ്ഞു. ആ ഉറക്കത്തിൽ യാഥാർത്ഥ്യത്തിന്റെ എല്ലാ ഭാരങ്ങളും മറന്ന് അയാൾ പതിയെ വേറൊരു ലോകത്തേക്ക് യാത്രയായി, സ്വപ്നങ്ങളുടെ ലോകത്തേക്ക്. സ്വപ്നത്തിലുണ്ടല്ലോ, പുള്ളി ഒരു രാജാവായിരുന്നു. ആ ഒരു കുടം മലർപ്പൊടി വിറ്റു തുടങ്ങിയ കച്ചവടം പച്ച പിടിച്ചു. പിന്നെ കൂടുതൽ കുടങ്ങളായി, ഒരു വണ്ടിയായി, വണ്ടി വലിക്കാൻ കാളകളായി. താമസിയാതെ വലിയൊരു പണക്കാരനായി മാറി. വലിയ വീട് വെച്ചു, നല്ലൊരു കല്യാണം കഴിച്ചു, ചുറ്റും എന്തിനും ഏതിനും വേലക്കാടും. ആളുകൾക്കെല്ലാം അദ്ദേഹത്തോട് വലിയ ബഹുമാനമായിരുന്നു. പക്ഷേ ഈ അധികാരവും പണവുമൊക്കെ തലയ്ക്ക് പിടിച്ചാൽ എന്താ സംഭവിക്കുക? സ്വപ്നത്തിൽ അദ്ദേഹം വലിയൊരു പ്രമാണിയായില്ലേ? ഒരു ദിവസം ഒരു വേലക്കാരൻ എന്തോ ഒരു അനുസരണക്കേട് കാണിച്ചെന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം അടക്കാനായില്ല. കോപം കൊണ്ട് വിറച്ച് അവനെയൊന്ന് പൊട്ടിക്കാനായി കൈ ശക്തിയായി വീശി. സ്വപ്നത്തിൽ ദേഷ്യം കൊണ്ട് വീശിയ ആ കൈ, പക്ഷെ അത് കൊണ്ടത് എവിടെയാണെന്നോ? യാഥാർത്ഥ്യത്തിൽ അയാളുടെ അരികിലിരുന്ന ആ മൺകുടത്തിൽ. ഒരൊറ്റയടിക്ക് അത് ചിന്നിച്ചിതറി. അദ്ദേഹത്തിന്റെ ഉപജീവനമാർഗമായ മലർപ്പൊടി മുഴുവൻ മണ്ണിൽ കലർന്നു. ആ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്നപ്പോൾ മുന്നിൽ ചിതറിക്കിടക്കുന്നത് തന്റെ ജീവിതം തന്നെയാണെന്ന് കണ്ട് അയാളൊരു നിമിഷം തരിച്ചു നിന്നുപോയി. സത്യം പറയണം, നമ്മളും ഇതുപോലെ പകൽക്കിനാവുകളിൽ മുഴുകിപ്പോവാറില്ലേ? ആ ഒരു നിമിഷത്തേക്ക് എല്ലാം മറന്ന് ഭാവനയുടെ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള യഥാർത്ഥത്തിലുള്ള വിലപ്പെട്ട പലതും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുകയല്ലേ? ഈ ഒരു പ്രശ്നം, അതായത് ഈ അമിതമായ ആഗ്രഹങ്ങളും അഹങ്കാരവും, അത് ഈ പാവം മലർപ്പൊടിക്കാരനെ മാത്രം പറ്റുന്ന ഒരു അബദ്ധമല്ല കേട്ടോ. വലിയ കഴിവുകളുള്ള ഇതിഹാസ പുരുഷന്മാരെപ്പോലും ഇത് വീഴ്ചയിലേക്ക് നയിച്ചിട്ടുണ്ട്. നമ്മുടെ പുരാണങ്ങളിൽ തന്നെ അതിനുദാഹരണങ്ങളുണ്ട്. പെരുന്തച്ഛന്റെ കഥ. നമ്മൾ മലയാളികൾക്ക് അതൊരു കഥയല്ലേ, നമ്മുടെയൊക്കെ ഒരു ഭാഗമാണത്. തച്ചുശാസ്ത്രത്തിൽ അദ്ദേഹത്തെ വെല്ലാൻ അന്നാരുമില്ലായിരുന്നു. അത്രയ്ക്ക് വലിയൊരു പ്രതിഭയായിരുന്നു അദ്ദേഹം. ഇവിടെയാണ് ഈ രണ്ട് കഥകളും ഒരുപോലെ വരുന്നത്. നോക്കിക്കേ, മലർപ്പൊടിക്കാരൻ ദിവാസ്വപ്നത്തിൽ മുഴുകിപ്പോയെങ്കിൽ പെരുന്തച്ഛനെ കീഴടക്കിയത് അഹങ്കാരമായിരുന്നു. തന്റെ മകൻ തന്നേക്കാൾ വലിയൊരു ശില്പിയായി വളരുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാനായില്ല. ആ അസൂയയും അഹങ്കാരവും അവസാനം സ്വന്തം മകന്റെ ജീവനെടുക്കുന്നതിലാണ് അവസാനിച്ചത്. കണ്ടില്ലേ, കഴിവെത്ര വലുതാണെങ്കിലും അഹങ്കാരം വന്നാൽ എത്ര വലിയ ദുരന്തമാണ് സംഭവിക്കുന്നതെന്ന്. പക്ഷേ എല്ലാ കഥകളും ഇങ്ങനെ തകർച്ചയുടേതു മാത്രമല്ല കേട്ടോ. ഇതിനൊരു മറുവശമുണ്ട്. വിനയവും വിവേകവും കൊണ്ട് ജീവിതത്തെ എങ്ങനെ നേരിടാമെന്ന് പഠിപ്പിക്കുന്ന ചില കഥാപാത്രങ്ങളും നമ്മുടെ ഐതിഹ്യങ്ങളിലുണ്ട്. പൊറൈബറ്റ പന്തിരുകുലത്തെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. അതിലൊരാളാണ് പാക്കനാർ. സമൂഹത്തിലെ താഴ്ന്ന ജാതിയിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ അറിവും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും വേറെ ലെവലായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? മഹത്വം എന്നത് നമ്മൾ എവിടെ ജനിച്ചു എന്നതിലല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തികളിലാണ് എന്ന വലിയൊരു സന്ദേശമാണ് പാക്കനാറുടെ ജീവിതം. പാക്കനാർക്ക് വളരെ ലളിതമായ, എന്നാൽ വളരെ അർത്ഥവത്തായ ഒരു ജീവിതരീതി ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും 4 മുറം നെയ്യുമായിരുന്നു. അതിലൊന്നാമത്തേത് ദാനം കൊടുക്കാനാണ്, രണ്ടാമത്തേത് കടം വീട്ടാൻ, അതായത് തന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി, മൂന്നാമത്തേത് തന്റെ സ്വന്തം കുടുംബത്തിനു വേണ്ടി, പിന്നെ 4ാമത്തേത് മാത്രം സ്വന്തം ആവശ്യങ്ങൾക്ക്. നോക്കൂ, എത്ര മനോഹരമായൊരു ജീവിതതത്വമാണതല്ലേ. അപ്പോൾ നമ്മൾ മലർപ്പൊടിക്കാരന്റെയും പെരുന്തച്ഛന്റെയും ഒക്കെ കഥ കേട്ടു, പാക്കനാരെപ്പറ്റി അറിഞ്ഞു. എന്തിനാണിപ്പോ ഈ കാലത്ത് നമ്മളിതൊക്കെ ഓർക്കുന്നത്? ഈ പഴയ കഥകൾക്ക് ഇന്ന് വല്ല പ്രസക്തിയുമുണ്ടോ? തീർച്ചയായുമുണ്ട്. ഇവിടെയാണ് ചില കഥകൾക്ക് യാഥാർത്ഥ്യത്തേക്കാൾ സത്യമുണ്ടാകും എന്ന വാചകം പ്രസക്തമാകുന്നത്. ഈ കഥകൾ അക്ഷരം പ്രതി സംഭവിച്ചതാണോ എന്നതിലല്ല കാര്യം. അവ നമ്മോട് പറയുന്ന പാഠങ്ങളിലാണ് അവയുടെ ശക്തി. അമിതമായ ആഗ്രഹങ്ങൾ, അഹങ്കാരം, വിനയം, ഉത്തരവാദിത്തം,
കാലം എത്ര മാറിയാലും മനുഷ്യന്റെ ഈ അടിസ്ഥാന സ്വഭാവങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. അതിനെക്കുറിച്ചാണ് ഈ കഥകൾ നമ്മളോട് സംസാരിക്കുന്നത്. ഇന്നത്തെ ലോകം എങ്ങനെയുള്ളതാ? വലിയ സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ എപ്പോഴും പ്രേരിപ്പിക്കുന്ന ഒന്നല്ലേ? അത് നല്ലതുമാണ്. പക്ഷേ ഒരു ചോദ്യമുണ്ട്. ആ സ്വപ്നങ്ങളുടെ പിന്നാലെ പായുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ മലർപ്പൊടിക്കുടം പൊട്ടാതെ നോക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഈ കുടമെന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങളാവാം, നമ്മുടെ ആരോഗ്യമാവാം, അല്ലെങ്കിൽ നമ്മുടെ സമാധാനവുമാകാം. സ്വപ്നങ്ങളിലേക്ക് പറക്കുമ്പോഴും നമ്മുടെ കാലുകൾ യാഥാർത്ഥ്യത്തിന്റെ മണ്ണിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അല്ലെങ്കിൽ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി എല്ലാം തകർന്നടിയാൻ.